അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ വിസ്മയമുണ്ടാകുന്ന തരത്തിൽ UDFന്റെ അടിത്തറ വിപുലീകരിക്കും. അതെങ്ങനെയാണെന്നുള്ളതിന്റെ വിശദീകരണമൊന്നും ദയവ് ഇതിപ്പോൾ ചോദിക്കുന്നത്. പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിലയിരുത്തും. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ ഒരുക്കങ്ങൾ ഞങ്ങൾ വിലയിരുത്തും. രാഷ്ട്രീയ കാര്യങ്ങൾ, സമകാലികമായ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം വിലയിരുത്തും. അതൊക്കെ തന്നെയാണ് ആദ്യം. തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി നിലമ്പൂർ വിജയിച്ചു എന്നതിലുള്ള വലിയ വരുന്നുണ്ട്. അങ്ങ് ഉന്നയിച്ച ഒരു സ്ട്രാറ്റജിയുടെ സക്സസ് ആണോ നിലമ്പൂരിൽ കണ്ടത്? ടീം UDFന്റെ വിജയമാണ് നിലമ്പൂരിൽ കണ്ടത്. അത് ഒരു വ്യക്തി കേന്ദ്രീകൃതമല്ല, വ്യക്തി കേന്ദ്രീകൃതമല്ല. ടീം UDF ആണ്. അതായത് വിവിധ പാർട്ടികളുടെ കോൺഫെഡറേഷനാണ് UDF, പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ആ വിവിധ പാർട്ടികളുടെ പ്ലാറ്റ്ഫോം ഒരു പാർട്ടിയെ പോലെ പ്രവർത്തിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. മുതിർന്ന നേതാക്കളുടെ ഗൈഡ് ലൈനും അവരുടെ അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരുടെ എന്റെ അടുത്ത് നിൽക്കുന്ന സി ചാണ്ടി ഉമ്മൻ 3000 വീട് കയറിയ ആളാണ്. കേരളത്തിലെ ഒരു യുവനിര, രണ്ടാം നിര കോൺഗ്രസിലും UDFലും ഉണ്ട്. അത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള, ജനങ്ങൾ സ്നേഹിക്കുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന UDFനെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നണി പോരാളികളാണ്. അവരും കൂടിയാണ് ഈ വിജയത്തിന്റെ ശില്പികൾ. അപ്പോൾ ഒരു പക്വതയേറിയ മുതിർന്ന ആളുകളും യുവത്വം തുളുമ്പുന്ന ഒരു രണ്ടാം നിരയും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ വലിയ വിജയം ഉണ്ടായത്. ടീം UDF ഒരു വ്യക്തിക്ക് അവകാശപ്പെട്ടതല്ല.